ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇട്ട പൊട്ടി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മലപ്പുറം വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. എനിക്കറിയാം ഞാൻ കുറേ ലേറ്റായി ഇതിടാൻ വേണ്ടിയിട്ട്. അതിന് കാരണം മടി തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഒരു വളരെ ചെറിയ വീഡിയോ ആണ്. ഞാൻ കുറേ ക്ലിപ്സൊക്കെ എടുത്തായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. ആ ദിവസം ഞങ്ങളൊന്ന് കറങ്ങാമെന്നൊക്കെ കരുതി ഇറങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം പോയത് മിനി ഊട്ടിയിലോട്ടാണ്. പക്ഷേ അവിടെയൊക്കെ പോകാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈവനിങ് ഒക്കെ ആണല്ലോ. ഞങ്ങൾ പോയത് ഉച്ചയ്ക്കായിരുന്നു, നല്ല നട്ടുച്ചയ്ക്ക്. അതുപോലെ നല്ല വെയിലുമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഒരു റൈഡിലൊന്നും കയറാനും പറ്റിയില്ല, അവിടെ ഒന്നും ഇരിക്കാനും പറ്റിയില്ല. അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആകെ പറയാൻ പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു എന്നാണ്. ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് മാങ്ങയും അങ്ങനെ എന്തൊക്കെയോ എടുത്ത് കഴിച്ചു. പിന്നെ അവിടെ ഒരു ചെറിയ കഫറ്റീരിയ പോലെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവരെല്ലാവരും ജ്യൂസോ അങ്ങനെ എന്തൊക്കെയോ കുടിച്ചു. ഞങ്ങളാണെങ്കിൽ ഐസ്ക്രീമും കഴിച്ചു. ഒരു കാര്യം ഇവിടുത്തെ പറയാതിരിക്കാൻ വയ്യായിരുന്നു, വെയിലാണേലും വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോയിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സമയവും എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ആ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ചുറ്റി തിരിഞ്ഞിട്ടാണ് നമുക്ക് പല സാധനങ്ങളും കിട്ടിയത്. ഫുഡ് എന്തെടുക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവസാനം ഹൈദരാബാദി ബിരിയാണിയും ചിക്കൻ നൂഡിൽസും വേറെ എന്തോ ഒരു ബിരിയാണിയൊക്കെ കൂടെ ഓർഡർ ചെയ്തു. എല്ലാം കുഴപ്പമില്ലായിരുന്നു, നൂഡിൽസൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട് അവിടുത്തെ ഭയങ്കര ചെറുതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് ആൾക്കാരൊക്കെ ഒഴിയാൻ കാത്തിരുന്നിട്ടാണ് അവിടെ ഇരുന്നത്. ഞാൻ ആ ഫുഡ് കോർട്ടിൽ കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നടന്നായിരുന്നു, പക്ഷേ അതൊക്കെ മിസ്സായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സ്റ്റോറേജ് പ്രോബ്ലം ആയിരിക്കും, എന്തായാലും എല്ലാം മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫുഡ് കഴിച്ച് മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് അടിപൊളിയായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ മലപ്പുറത്തേക്ക് 2 ദിവസത്തേക്കിനായിരുന്നു വന്നത്. 3-ാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്റ്റുഡിയോയോ വെബ്സൈറ്റോ കണ്ടാൽ കയറാൻ ഓർത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ കയറി 2-3 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരെണ്ണം എടുത്തു, വലിയ കളക്ഷൻ ഇല്ലാത്ത പോലെ തോന്നിയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പെനി ഉണ്ടായിരുന്നു. ഞങ്ങൾ പെനി കയറി ഐസ് സ്റ്റാൻഡിയൊക്കെ വാങ്ങിച്ചു. ഞാൻ ചിക്കുവാണ് വാങ്ങിച്ചത്. എനിക്ക് ചിക്കുവും അവിടുത്തെ ലോട്ടസ് ബിസ്കോഫും ഭയങ്കര ഇഷ്ടമാണ്. ലോട്ടസ് ബിസ്കോഫും മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു മുട്ടായി ഉണ്ടല്ലോ, ഉപ്പും മുളകും, അതും കഴിച്ച് വൈകിട്ട് തൊടുപുഴയിൽ ഞങ്ങൾ മലബാർ വില്ലേജിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഒരു സൗദി ഷേക്കും പിന്നെ ഫ്രൂട്ട് സലാഡും പിന്നെ വാപ്പി എന്തോ പറയുകയും ചെയ്തു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എൻ്റെ സൗദി ഷേക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വാങ്ങിച്ചൊരു സാധനമാണ്, പക്ഷെ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. കാർ ഞങ്ങൾ കുറച്ച് അപ്പുറത്തായിരുന്നു പാർക്ക് ചെയ്തത്. അങ്ങനെ പാർക്ക് ചെയ്തതോട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കണ്ണാടി ഫാക്ടറി എന്ന് പറഞ്ഞ കട കാണുന്നത്. അവിടെ ഓഫർ ബൈ 1 get 1 അങ്ങനെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് വാപ്പി ഇങ്ങനെ കയറി. അങ്ങനെ നല്ല കടയായിരുന്നു കേട്ടോ, എല്ലാ ലക്ഷറി ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ വാച്ച് ഫാക്ടറി എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു വാച്ച് എടുത്തായിരുന്നു. അത് ഞാൻ എൻ്റെ അടുത്ത ബർത്ത്ഡേ വ്ളോഗ് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബർത്ത്ഡേ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായി, എങ്കിലും കാണിക്കണമല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്. 9:02 ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, കണ്ണാടി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ശരി, ഓക്കേടാ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.